ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ ഒ അബ്ദുള്ള കൂടി ചേരുകയാണ്. ശ്രീ ഒ അബ്ദുള്ള, ജലീലിന്റെ പ്രസ്താവനയ്ക്ക് അനുകൂലമായുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന് എം.വി. ഗോവിന്ദന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് സ്വർണ്ണക്കടത്ത് കേസുമായി സമുദായത്തെ ചേർത്ത് കെട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എം.വി. ഗോവിന്ദൻ ജലീലിന്റെ പ്രസ്താവനയെ ഖണ്ഡിക്കുന്നുണ്ടെങ്കിൽ പോലും തൊട്ടടുത്ത് പറയുന്ന പരാമർശം എന്ന് പറയുന്നത് ഇതിൽ മതപരമായ ഇടപെടൽ നല്ലതാണ് എന്നാണ്. എന്താണ് എം.വി. ഗോവിന്ദൻ അർത്ഥം വയ്ക്കുന്നത്? മതപരമായ ഇടപെടൽ നല്ലതാണ് എന്നതുകൊണ്ട് പെട്ടെന്ന് ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് മതാധ്യക്ഷന്മാര്, അതായത് പള്ളി കാളിമാർ, ഒരു മാർപ്പാപ്പയൊന്നും ഇസ്ലാമിലില്ല, ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ബിഷപ്പ് അത് ഇത് പറയാൻ കേൾക്കുന്ന ഒരു സംവിധാനമല്ല. അപ്പൊ ഇത് രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥക്ക് ദോഷം ചെയ്യുന്നവരായതുകൊണ്ട് അത്തരം രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് എല്ലാ വെള്ളിയാഴ്ച അതിനുള്ള ഒരു സംവിധാനമുണ്ട്. വിശ്വാസികൾ ചെയ്യുന്ന തെറ്റുകളും മറ്റും ചൂണ്ടിക്കാണിച്ച് അതിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്ന്. അത് ഈ യാഥാസ്ഥിക സുന്നി പള്ളികളിലെ അറബി ഭാഷയിൽ പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞ 500 കൊല്ലം കഴിഞ്ഞതിനെ വായിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. അതിങ്ങനെ എടുത്ത് വായിക്കണം. അല്ലാത്ത പള്ളികളിലൊക്കെ മലയാളത്തിൽ തന്നെ പറയണം. അത് പറയുന്നത് നല്ലതാണ്. ഈ രാജ്യത്തിന് തകർക്കുന്ന, ഇതിന്റെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുന്ന രീതിയിലുള്ളതായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടരുത് എന്ന് മതാധ്യക്ഷന്മാർ പറയുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജലീൽ അതാണ് ഉദ്ദേശിച്ചെങ്കിൽ വളരെ നല്ലതെന്നാണ് ഞാൻ അതിനെപ്പറ്റി പറയാം. അല്ല, എം.വി. ഗോവിന്ദന്റെ പ്രസ്താവന അതിനേക്കാളും അഭികാമ്യമാകുന്നത് ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥതയുണ്ട്. സ്വർണ്ണക്കടത്തിൽ ആരൊക്കെ ഏർപ്പെട്ടിരിക്കുന്നു, കള്ളക്കടത്തിൽ ആരൊക്കെ ഏർപ്പെട്ടിരിക്കുന്നു, അവരൊക്കെ കൃത്യമായി ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്നതല്ലേ സ്വീകാര്യത കൂടുന്നത്? അല്ല, അത് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽ, ഞാൻ മുസ്ലിം സമുദായം കാണും, ഈ സമുദായത്തിൽ പെട്ടവരാണ് അതിൽ കൂടുതൽ പിടികൂടപ്പെടുന്നത് എന്ന് പറയുന്നതൊരു വസ്തുതയാണ്. അത് ആ സമുദായത്തെ അടച്ചാക്ഷേപിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പറയത്തക്ക ജോലിയില്ല, ഇവിടെ സർക്കാർ അവർക്ക് ജോലി നിഷേധിക്കുന്നു. രണ്ട്, പറയത്തക്ക സ്കില്ല് സാമർഥ്യമുള്ളവരും സമുദായത്തിൽ ഇപ്പോൾ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ ഇവര് ഗൾഫിൽ പോകും. ഗൾഫിൽ ഇപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെയുള്ള മറ്റുള്ളവർ പറയും ഇത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര തരാം. അപ്പൊ അതിൽ വേഗം വീഴും. ഇതിന് ഭവിഷ്യത്തൊന്നും ആലോചിക്കില്ല. ഇതൊക്കെ അവരെ ബോധ്യപ്പെടുത്തുക വേണ്ടത്, ഈ സമ്പദ് വ്യവസ്ഥനെ തകർക്കുന്ന രീതിയിൽ. അപ്പൊ ഇതിനൊരു മതോ സമുദായം എന്നുള്ളതല്ല. മറ്റു മതക്കാരും അതിൽ പിടികൂടപ്പെടുന്നുണ്ട്. പക്ഷെ മറ്റു മതക്കാരുടെ അംഗസംഖ്യ ഗൾഫിൽ കുറവാണ് ആപേക്ഷികമായിട്ട്. മുസ്ലിങ്ങളൊത്തില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അധികമായിട്ട് പിടികൂടപ്പെടുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ജലീലിന്റെ പ്രസ്താവനയെ ഖണ്ഡിച്ചുകൊണ്ട് ആദ്യം ഒരു പരാമർശം നടത്തുന്നത് എം.വി. ഗോവിന്ദൻ? അതായത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി അങ്ങനെ ഒരു പ്രത്യേക സമുദായത്തെ ചേർത്ത് കെട്ടേണ്ടതില്ല എന്ന് പറയുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ മതപരമായ ഇടപെടൽ വേണം എന്നുള്ളൊരു കൂട്ടിച്ചേർക്കലിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അല്ല, അത് മുസ്ലിം സമുദായത്തെ വന്നത് സൂചിപ്പിക്കാനോ അങ്ങനെ വരാൻ ഒരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആ ഭാഗത്തിൽ നിന്നത് ഞങ്ങൾക്ക് ഉണ്ടായത് എന്നൊക്കെ പറയാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്. അതായത് താങ്കൾ പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ കടമെടുക്കുകയാണ്. മുസ്ലിം സമുദായത്തെ സുഖിപ്പിക്കണം CPM സംസ്ഥാന സെക്രട്ടറി. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അത്രമാത്രം ബലഹീനരായി കഴിഞ്ഞു അവർ കേരളത്തിൽ? അവര് ബലഹീനരായിക്കൊണ്ടേയിരിക്കാണ് ലോകം മുഴുവനും. ഇവിടെ മാത്രം പിടിച്ചു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ദുർബലരായ സെക്രട്ടറിമാരൊക്കെയാണ് ആ പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ അവർ കൂടുതൽ ദുർബലരാകും. അക്കാര്യത്തിലൊരു സംശയമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ എം.വി. ഗോവിന്ദന് തന്റെ പരാമർശത്തോട് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകില്ലേ? കാരണം രാജ്യത്തൊരു നിയമവ്യവസ്ഥതയുണ്ടല്ലോ. അതെ, അദ്ദേഹം അത് ആ വാക്ക് ഇനിയെങ്കിലും ഒന്ന് തിരുത്തി മാപ്പ് ചോദിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. ഒന്നും കൂടി ഒന്ന് ശരിയാക്കി ഒന്ന് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ അദ്ദേഹം അത് അവതരിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വളരെയധികം ദുർവ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള ഒരു പ്രയോഗമാണ് അത് നടത്തിയിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ഒ അബ്ദുള്ള പ്രതികരിച്ചതിന്.